ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പഴയകാല ചെമ്മീൻ സിനിമയെക്കുറിച്ച് 4 വാക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ചെമ്മീൻ സിനിമ മാത്രമല്ല, ലോക സിനിമ പ്രേമികളുടെ തന്നെ മനം കവരുന്ന ചിത്രമാണ്. 1957 തകഴി എഴുതിയ നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരുന്നു. 50 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ നോവൽ സിനിമയാക്കാൻ രാമു കാര്യാട്ട് 1962 തീരുമാനിക്കുന്നത്. 1965 ഓഗസ്റ്റ് 19 ഈ ചിത്രം റിലീസ് ചെയ്തു. 59 വർഷം പിന്നിടുമ്പോഴും മലയാള ചലച്ചിത്ര ലോകത്ത് സുപ്രധാന സ്ഥാനം നിലനിർത്തുന്നു. കാൻസ്, ഷിക്കാഗോ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം ഷിക്കാഗോയിൽ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് നേടി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സഹായത്തോടെ സിനിമ നിർമ്മിക്കാനാണ് രാമു കാര്യാട്ട് ആദ്യം തീരുമാനിച്ചതെങ്കിലും വിജയിച്ചില്ല. ഇതോടെയാണ് യുവ ബിസിനസ്സുകാരൻ ബാബു സെട്ട് നിർമ്മാണം ഏറ്റെടുത്തത്. നാട്ടിക ബീച്ചിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ്. ചിത്രത്തിൽ അഭിനയിക്കാൻ അന്നത്തെ സൂപ്പർ താരം സത്യന് 12,000 രൂപയും മധുവിന് 2,000 രൂപയുമായിരുന്നു പ്രതിഫലം. 8 ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ആകെ ചിലവ്. 40 ലക്ഷം രൂപ ലാഭവും നേടി. ഈ ലാഭവിഹിതം ഉപയോഗിച്ചാണ് നിർമ്മാതാവ് ബാബു സെട്ട് എറണാകുളത്ത് കവിത തിയേറ്റർ നിർമ്മിച്ചത്. ചെമ്മീൻ സിനിമ 54 വർഷം പിന്നിടുമ്പോഴും മലയാള സിനിമ ചരിത്രത്തിൽ തിളങ്ങുന്ന ഏടുകളായി ഇന്നും നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.